തേജസ് MK2 റഫാലിനേക്കാൾ കേമനാണ്. തേജസ് MK2വിന്റെ നിർമ്മാണം തകൃതിയിൽ നടക്കുകയാണ്. ഇപ്പോൾ തേജസ് MK1ന്റെ അന്തിമ പരീക്ഷണങ്ങൾ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ തേജസ് MK2 പൂർത്തിയാക്കാൻ മോദി സർക്കാർ HALൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന വിവരങ്ങൾ. ആധുനിക യുദ്ധവിമാനം സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഒരു നാഴികക്കല്ലാണ് തേജസ് യുദ്ധജെറ്റുകൾ. എഞ്ചിൻ തകരാറ് മൂലം ധീര ജവാന്മാരുടെ പലരുടെയും ജീവനെടുത്ത പഴയകാല മിഗ് യുദ്ധവിമാനങ്ങളെ ഒഴിവാക്കിയാണ് ഇന്ത്യ തേജസിലേക്ക് ചുവടുവച്ചിരിക്കുന്നത്. എന്താണ് നരേന്ദ്രമോദി കാത്തിരിക്കുന്ന റഫാലിനേക്കാൾ മിടുക്കനായ തേജസ് MK2വിന്റെ പ്രത്യേകതകൾ? തേജസ് MK2 എന്നത് ഇന്ത്യയുടെ തേജസ് MK1, ഇന്ത്യയുടെ തേജസ് MK1A എന്നിവയേക്കാൾ പരിഷ്കരിക്കപ്പെട്ട ആധുനിക യുദ്ധജെറ്റാണ്. ഇത് 4.5 തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് എങ്കിലും ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഇതേ 4.5 തലമുറയിൽപ്പെട്ട റഫാലിനേക്കാൾ പല കാര്യങ്ങളിലും മുൻപന്തിയിലാണ്. ഇത് ഉടനടി പൂർത്തിയാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ PK മിശ്ര കഴിഞ്ഞ ദിവസം തേജസ് MK2വിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ HALന്റെ ബാംഗ്ലൂരു ഫാക്ടറി നേരിട്ട് സന്ദർശിച്ചിരുന്നു. 9 G-ടേണുകൾ, അതായത് യുദ്ധ പൈലറ്റിന് ടണൽ വിഷൻ നൽകുന്ന സ്പീഡാണിത്. ഡിജിറ്റൽ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങൾ, നൂതന എയറോഡൈനാമിക്സ്. ഇതിൽ ഇന്ത്യയുടെ തേജസ് MK2 F-16 മറികടക്കും. കനാടുകളും ഭാരം കുറഞ്ഞ ഫ്രെയിമുമുള്ള തേജസ് MK2 ചടുലതയ്ക്കായി നിർമ്മിച്ചതാണ്.